मैं नहीं चाहती थी कि मैं कभी एक्ट्रेस बनूं। आप किसी भी एक्टर को पूछेंगे आमतौर पे वो लोग यही कहते हैं कि मेरा बचपन से ही शौक था फिल्म एक्टर बनने का, और इन माय केस ऐसा नहीं है। मैं कभी नहीं चाहती थी कि मैं एक्ट्रेस बनूं, मुझे तो मार मार के बनाएगा। ഞാൻ ഒരിക്കലും നടിയാകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. പല നടന്മാരോടും ചോദിച്ചാൽ അവർ പറയുന്നത് എനിക്ക് ബാല്യകാലം മുതൽ തന്നെ നടനാകണം എന്ന സ്വപ്നമുണ്ടായിരുന്നുവെന്നാണ്. എന്നാൽ എൻ്റെ കാര്യത്തിൽ അത് അങ്ങനെ ആയിരുന്നില്ല. എന്നെ ബലമായി നടിയാക്കിയതാണ്. ഇങ്ങനെ പറഞ്ഞത് ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസ നടിയായ രേഖ തന്നെയാണ്. രേഖ ഓരോ തലമുറയിലെയും പ്രേക്ഷകരിൽ നിന്ന് സ്നേഹം നേടിയ ഒരു പേര്. നൃത്തം, ഭാവങ്ങൾ, ശബ്ദം, സംസാര ശൈലി, അതിലുപരി അവരുടെ സൗന്ദര്യം എല്ലാം ചേർന്ന് പ്രേക്ഷകരെ അവർ എന്നും തന്നിലേക്ക് ആകർഷിച്ചു. എന്നാൽ 1960 മുതൽ ഇന്ന് വരെയും രേഖ ഏതെങ്കിലും ഒരു കാരണത്താൽ എപ്പോഴും ഗോസിപ്പുകളിൽ നിറഞ്ഞിരുന്നു. വിവാഹിതനായ ഒരാളോടുള്ള പ്രണയം, സ്വന്തം കാമുകന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ ഫോട്ടോ എടുക്കുന്നത്, അവരെ കുറിച്ച് തുറന്നു പറഞ്ഞ് ചിരിക്കുക, ഇതൊന്നും ചെയ്യാൻ അവർ ഒരിക്കലും പിന്നോട്ട് പോയിട്ടേ ഇല്ല. പക്ഷെ ചോദ്യം ഇതാണ്, സ്ക്രീനിൽ അവർ നൽകിയത്ര പ്രണയം റിയൽ ലൈഫിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ടോ? അവരുടെ യഥാർത്ഥ ജീവിതത്തിലെ പ്രണയം ഒരു തവണയല്ല, വീണ്ടും വീണ്ടും തകർന്ന കഥകളാണ്. അതിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയ സ്റ്റോറീസ് അറിയാനായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോയ്ക്ക് അവസാനം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റായി രേഖപ്പെടുത്താം. മറക്കാതെ ഒരു ലൈക്കും ചെയ്യാം. चाइल्ड आर्टिस्ट थी, 3 साल की उम्र से मैं काम कर रही हूँ. 1954 ഒക്ടോബർ 10 രണ്ട് സൗത്ത് ഇന്ത്യൻ അഭിനേതാക്കളുടെ വീട്ടിൽ ഭാനു രേഖ ഗണേശൻ എന്ന പെൺകുട്ടി ജനിച്ചു. ഇന്ന് നമ്മൾ അവരെ രേഖ എന്ന പേരിലാണ് അറിയുന്നത്. രേഖ ജനിച്ചപ്പോൾ അവരുടെ അച്ഛൻ ജമിനി ഗണേശനും അമ്മ പുഷ്പവല്ലിയും വിവാഹിതരായിരുന്നില്ല. ഇക്കാരണത്താൽ തന്നെ രേഖയ്ക്ക് അവിവാഹിത ബന്ധത്തിൽ ജനിച്ച കുട്ടി എന്ന ഒരു കടുത്ത വാക്കുകൾ വരെ കേൾക്കേണ്ടി വന്നിരുന്നു. ജമിനി ഗണേശന് വിവിധ ബന്ധങ്ങളിൽ നിരവധി കുട്ടികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രേഖയ്ക്ക് അച്ഛനുമായുള്ള ഒരു ബന്ധം അത്യന്തം മോശമായിരുന്നു. അദ്ദേഹം ഇവരെ തന്റെ മകളായി പോലും അംഗീകരിച്ചിരുന്നില്ല. അസ്ഥിരമായ ബാല്യകാലം കാരണം രേഖ മാം സ്വന്തം കുടുംബത്തെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ പൊതുവേദിയിൽ സംസാരിച്ചിരുന്നുള്ളൂ. 1990 അമ്മയുടെ മരണത്തിന് ശേഷം മാത്രമാണ് അച്ഛനും മകളും തമ്മിലുള്ളൊരു ബന്ധം ഒരല്പം മെച്ചപ്പെട്ടത്. പക്ഷേ 2005 അതുപോലും അവസാനിച്ചു. രേഖ മാം ആദ്യമായി അഭിനയിച്ചത് 1958 പുറത്തിറങ്ങിയ ഒരു തെലുങ്ക് സിനിമയിലാണ്. അപ്പോൾ അവർക്ക് വയസ്സ് വെറും 1 മാത്രം. സ്കൂൾ പഠിക്കുന്ന കാലത്ത് താൻ സ്കൂളിൽ ഏറ്റവും തടിച്ച പെൺകുട്ടിയാണെന്ന് അവർക്ക് തോന്നിയിരുന്നു. കുട്ടികൾ അവരെ പരിഹസിച്ചിരുന്നു. जैसे अपनी फैमिली के बारे में बात भी नहीं की थी. I didn't know what the word father meant. അവഹേളിച്ചു. ഇതൊക്കെ അവർക്ക് വല്ലാത്ത വേദനയായിരുന്നു. പിന്നീട് നൃത്തത്തിലും അഭിനയത്തിലും ഒക്കെ താല്പര്യമുണ്ടായി. എന്നാൽ അധിക ഭാരം കാരണം പല കാര്യങ്ങളിലും അവർക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. 1960 പുറത്തിറങ്ങിയ ഒരു സിനിമയിൽ അവരുടെ അമ്മയും സഹോദരിയും കൂടി അഭിനയിച്ചു. രേഖ മാമിന്റെ സ്വപ്നം ഒരു ഫ്ലൈറ്റ് അറ്റൻഡന്റ് ആവുക എന്നതായിരുന്നു. Anjana Safar. Because I always love to travel abroad, and she said, you know, you want to be an air hostess because you want to travel, right? And if you do this film, you get to go to. പക്ഷേ വീട്ടിലെ സാമ്പത്തിക പ്രശ്നം കാരണം അവർക്ക് അഭിനയത്തിലേക്ക് വരേണ്ടി വന്നു. 13-14 വയസ്സിൽ തന്നെ ഫുൾ ടൈം അഭിനയം ആരംഭിച്ചു. അതിന്റെ ഫലമായി 9ാം ക്ലാസ്സിൽ തന്നെ പഠനം അവസാനിച്ചു. പിന്നീട് ഇതായിരുന്നു അവരുടെ ജീവിതത്തിലെ വലിയൊരു പശ്ചാത്താപമായും രേഖ മാം പറഞ്ഞത്. 1968 ഒരു ബിസിനസ്സുകാരൻ തന്റെ പുതിയ സിനിമയ്ക്ക് പുതിയ മുഖം തേടി വന്നപ്പോൾ രേഖ മാമിനെ ടെസ്റ്റിൽ പാസ്സാക്കി ഒരു സിനിമയ്ക്ക് സൈൻ ചെയ്തു. അങ്ങനെ അഞ്ജാന സഫർ എന്ന സിനിമയിലൂടെ രേഖ മാമിന്റെ കരിയർ ആരംഭിച്ചു. അതിനുശേഷം അവർ ബോംബെയിലേക്ക് മാറി. पूछने लगे कि आपको हिंदी आती है? तो मैंने कहा नो. आपको हिंदी फिल्मों में काम करना है? तो मैंने कहा नो. ठीक है, आपको कल आकर के साइन कर लेते हैं. എനിക്ക് ഹിന്ദി പോലും അറിയില്ലായിരുന്നു. ഹിന്ദി സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇല്ല എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ രേഖ മാം ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ബോംബെ എന്നത് ഒരു കാട് പോലെയായിരുന്നു. അന്നത്തെ സിനിമാ പ്രേമികളുടെ ഒരു സ്വപ്ന ലോകമായിരുന്നു ബോംബെ. 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഒരു സ്റ്റുഡിയോയിൽ നിന്നും മറ്റൊരിടത്തേക്ക് തള്ളി നീക്കുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ അനുഭവങ്ങളിൽ ഒന്നായിരുന്നു എന്ന് രേഖ മാം തന്നെ പറഞ്ഞിട്ടുണ്ട്. I was hating every moment of it. I didn't like it at all.
I was scared. അതുകൊണ്ട് അവർ പലപ്പോഴും ഭയപ്പെട്ടിരുന്നു, തകർന്നു പോയിരുന്നു. പക്ഷെ എവിടെയും പിന്നോട്ട് പോയില്ല. 1976 പുറത്തിറങ്ങിയ ദോ അഞ്ചാനെ എന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്താണ് രേഖ മാമിന്റെ ജീവിതത്തിൽ ആദ്യ പ്രണയ കഥ ആരംഭിക്കുന്നത്. ദോ അഞ്ചാനി സിനിമയിലൂടെ അമിതാഭ് ബച്ചനും രേഖ മാമും ഒരുപാട് അടുത്തു വന്നു. आज तो हमारी सुहाग रात है. इंसान की जिंदगी में ऐसी हसीन रात सिर्फ एक बार आती है. അവരുടെ ബന്ധത്തെക്കുറിച്ച് അന്നുവരെയും തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ജനങ്ങൾ വിശ്വസിച്ചു ഇരുവരും പ്രണയത്തിലാണെന്ന്. അതിനുശേഷം തുടർച്ചയായി ഓരോ വർഷവും 1-2 സിനിമകൾ ഒരുമിച്ച് ചെയ്തു. ഇതൊക്കെ അവരുടെ ബന്ധത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ കൂടുതൽ ശക്തമാക്കി. എന്നാൽ 1977 അമിതാഭ് ബച്ചൻ ഒരൊറ്റ സംഭവത്തിലൂടെ എല്ലാ സംശയങ്ങളും വിശ്വാസമാക്കി മാറ്റി. 1977 അവരുടെ 2 സിനിമകൾ റിലീസായി. അതിന് പിന്നാലെ 1978 ഗംഗാ കി സൗഗന്ധ് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചു. ഒരു ദിവസം സെറ്റിൽ ഒരു സഹനടൻ രേഖ മാമിനോട് മര്യാദയില്ലാതെ പെരുമാറിയപ്പോൾ അമിതാഭ് ബച്ചൻ രേഖ മാമിനെ തുറന്നടിച്ചു. രേഖ മാമിനോടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു സംരക്ഷണം മാധ്യമങ്ങൾ വളരെ വ്യക്തമായി പകർത്തിയെടുത്തു. അവിടെയാണ് പലരും അവർ തമ്മിലുള്ള ബന്ധം സത്യമാണെന്ന് വിശ്വസിച്ചത്. പറയപ്പെടുന്ന അനുസരിച്ച് സ്വകാര്യമായി സമയം ചിലവഴിക്കാനായി രേഖ മാമിന്റെ ഒരു സുഹൃത്തിന്റെ ബംഗ്ലാവിലേക്കാണ് ഇരുവരും ഒളിച്ചു കൂടിക്കാഴ്ചകൾ നടത്തിയത്. ഈ എല്ലാ വാർത്തകൾക്കും സെറ്റിൽ നടന്ന സംഭവങ്ങൾക്ക് ശേഷവും ഇവർ തമ്മിലുള്ള ബന്ധം തുടരുകയായിരുന്നു. പക്ഷേ അന്നത്തെ ആ സമയം അമിതാഭ് ബച്ചൻ ജയാ ബച്ചനുമായി വിവാഹിതനായിരുന്നു. മാധ്യമങ്ങളിൽ ഇവരുടെ ഈ പ്രണയ വാർത്തകൾ മാത്രമല്ല, രേഖയും അമിതാഭ് ബച്ചനും രഹസ്യമായി വിവാഹം കഴിച്ചു എന്ന വാർത്തകളും പുറത്തു വന്നു തുടങ്ങി. ഈ വാർത്തകൾ കാരണം ജയാ ബച്ചനും അമിതാഭ് ബച്ചനും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ഇതേ സമയത്താണ് ഋഷി കപൂറും നീതു കപൂറും വിവാഹിതരായത്. ആ വിവാഹത്തിൽ രേഖ മാം എത്തിയതോടെ എല്ലാ സംശയങ്ങളും വീണ്ടും വലുതായി. ഒരു വിവാഹിതയായ സ്ത്രീയെപ്പോലെ തന്നെയായിരുന്നു രേഖ മാമിന്റെ അന്നത്തെ ആ രൂപം. നെറ്റിയിൽ സിന്ദൂരം, കഴുത്തിൽ മംഗൾസൂത്ര. ഇത് കണ്ട് മാധ്യമങ്ങളും ജനങ്ങളും അമ്പരന്നു. എല്ലാവരും രേഖ മാമിന്റെ ആ ഒരു ലുക്കിന്റെ വിശദീകരണം തേടിക്കൊണ്ടിരിക്കുമ്പോൾ അവർ നേരെ പോയത് അമിതാഭ് ബച്ചന്റെ അടുത്തേക്കായിരുന്നു. അദ്ദേഹത്തോട് സാധാരണ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ അവിടെ തന്നെ ജയാ ബച്ചൻ ഉണ്ടായിരുന്നു. ഒരല്പസമയം കഴിഞ്ഞപ്പോൾ രേഖ അവിടെ നിന്നും മാറിയതോടെ ജയാ ബച്ചന് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവർ തല താഴ്ത്തി ശബ്ദമില്ലാതെ കണ്ണീരൊഴുക്കി. എന്നാൽ പിന്നീട് ഈ സംഭവത്തെക്കുറിച്ച് രേഖ മാം വിശദീകരിച്ചത് ഇങ്ങനെയായിരുന്നു: ഞാൻ നേരെ സിനിമാ സെറ്റിൽ നിന്നാണ് വന്നത്. സിന്ദൂരം മാറ്റാൻ ഞാൻ മറന്നുപോയി. പക്ഷേ ഇത് ഏതൊരു ഭാര്യയ്ക്കും മനസ്സിൽ കൊള്ളുന്ന ഒരു സംഭവമായിരുന്നു. ജയാ ബച്ചൻ അതിൽ ഒരുപാട് വേദന സഹിച്ചു. പക്ഷെ അവർ അത് വളരെ മാന്യമായ രീതിയിൽ കൈകാര്യം ചെയ്തു. ഒരു ദിവസം അമിതാഭ് ബച്ചൻ വീട്ടിലില്ലാത്ത സമയം ജയാ ബച്ചൻ രേഖ മാമിനെ വീട്ടിലേക്ക് ഭക്ഷണത്തിനായി ക്ഷണിച്ചു. ശാന്തമായി സംസാരിച്ചു, വീടൊക്കെ കാണിച്ചു കൊടുത്തു, ഭക്ഷണം നൽകി. അവസാനം ജയാ ബച്ചൻ രേഖ മാമിനോട് തുറന്നു തന്നെ പറഞ്ഞു, എൻ്റെ ഭർത്താവ് എന്നെ ഒരിക്കലും ഉപേക്ഷിച്ചു പോകില്ല എന്ന്. അന്ന് രേഖ മാമിന് ഒരു കാര്യം മനസ്സിലായി: തനിക്കൊരിക്കലും മിസ്സിസ് ബച്ചൻ ആകാൻ കഴിയില്ല എന്ന്. ഇതേ സമയത്താണ് യശ് ചോപ്ര അമിതാഭ് ബച്ചന് സിൽസില എന്നൊരു സിനിമ ഓഫർ ചെയ്തത്. ആ സിനിമയിലെ നായികയായി ആദ്യം മറ്റൊരാളെ പരിഗണിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഈ യശ് ചോപ്ര അദ്ദേഹം തന്നെ തീരുമാനിച്ചു, അമിതാഭ് ബച്ചൻ, ജയാ ബച്ചൻ, രേഖ മാം ഈ മൂവരും ഒരുമിച്ച് അഭിനയിക്കണം എന്ന്. ആദ്യം ജയാ ബച്ചൻ ഈ സിനിമയ്ക്ക് സമ്മതിച്ചില്ല. പിന്നീട് പക്ഷെ അവർ സമ്മതിച്ചു. അതിന് കാരണം ആ സിനിമയുടെ ക്ലൈമാക്സ് ആയിരുന്നു. ക്ലൈമാക്സിൽ ഭർത്താവ് തനിക്കുണ്ടായിരുന്ന അഫയർ അവസാനിപ്പിച്ചിട്ട് ഭാര്യയുടെ അടുത്തേക്ക് തിരിച്ചു വരുന്ന ഒരു സീനായിരുന്നു. അങ്ങനെ സിൽസില രേഖയും അമിതാഭ് ബച്ചനും ഒരുമിച്ച് ചെയ്ത അവസാന സിനിമയായി മാറി. അതോടൊപ്പം അവരുടെ ബന്ധത്തിന്റെ തകർച്ചയുടെ തുടക്കവും അതായിരുന്നു. ഈ സിനിമയെക്കുറിച്ച് ഒരു ഇന്റർവ്യൂവിൽ യാഷ് ചോപ്ര വർഷങ്ങളായുള്ള സംശയങ്ങൾക്ക് ഉത്തരം നൽകി. സിൽസിലയുടെ ഷൂട്ടിംഗ് സമയത്ത് എനിക്ക് എല്ലായ്പ്പോഴും പേടിയുണ്ടായിരുന്നു. കാരണം നമ്മൾ റിയൽ ലൈഫിനെ സ്ക്രീനിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ജയ ഭാര്യ, രേഖ മാം ഗേൾഫ്രണ്ട്. ഇരുവരും ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്കറിയാമല്ലോ. സിൽസിലയ്ക്ക് ശേഷം അമിതാഭ് ബച്ചനുമായുള്ള ദൂരം ഇവർക്ക് കൂടി തുടങ്ങി. ഇപ്പോൾ രേഖ മാമിന് വ്യക്തമായി മനസ്സിലായി, അദ്ദേഹം ഒരിക്കലും ഈ ഒരു ബന്ധം സ്വീകരിക്കില്ല. തന്റെ കുടുംബത്തെ ഒരിക്കലും ഉപേക്ഷിച്ചിട്ട് തന്റെ അടുത്തേക്ക് വരില്ല എന്ന്. Did you in the process fall in love with him? Absolutely. Duh, that's a dumb question. അവിടെ മുതൽ രേഖ മാം ഒരു അകലം പാലിച്ചു. 1973 രേഖ മാം വിനോദ് മേയറുമായി വിവാഹിതയായി എന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു. എന്നാൽ വിനോദ് മേയർ രേഖയെ തന്റെ വീട്ടിലേക്ക് അമ്മയെ കാണിക്കാൻ കൊണ്ടുപോയപ്പോൾ അവരുടെ അമ്മ രേഖയെ അപമാനിക്കുകയും
ഇങ്ങനെ ഒരാളെ എനിക്ക് എൻ്റെ മരുമകളെ സ്വീകരിക്കാൻ കഴിയില്ല എന്ന് തുറന്നു പറയുകയും ചെയ്തു. ഈ സംഭവത്തെക്കുറിച്ച് വിനോദ് മേയറിന്റെ അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും പിന്നീട് വ്യക്തമാക്കിയിരുന്നു. അതേസമയം വിനോദ് മേയറിന്റെ വിവാഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, വിനോദും രേഖയും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. രേഖ മാം അദ്ദേഹത്തിന്റെ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു എന്ന്. എല്ലാം സാധാരണമായിരുന്നു, രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. വളരെയധികം സമയമൊന്നും എടുക്കാതെ അല്പകാല പരിചയത്തിന് ശേഷം തന്നെ അവർ മുകേഷ് അഗർവാളുമായി ഒരു ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം ചെയ്തു. വിവാഹത്തിന് ശേഷമുള്ള ആദ്യകാലം എല്ലാം മികച്ചതായിരുന്നു, പല ദമ്പതിമാരുടെയും ജീവിതം പോലെ. എന്നാൽ കാലം കടന്നതോടെ രേഖ മാമിന് മനസ്സിലായി. Was it an arranged marriage? Yeah, in a way it was arranged marriage. It wasn't love, that's for sure. ഒരു വട്ടം അവർ ലണ്ടനിലേക്ക് യാത്ര പോയി. ആ സമയം പകൽ സമയങ്ങളിൽ പോലും മുകേഷ് അഗർവാൾ വളരെയധികം മരുന്നുകൾ കഴിക്കുന്നത് രേഖ മാം ശ്രദ്ധിച്ചു. എന്നിരുന്നാലും അവരുടെ ഈ ഒരു ബന്ധം വിജയിപ്പിക്കാനായി ചില കാര്യങ്ങൾ അവർ അവഗണിച്ചു. പക്ഷെ ഒരു ദിവസം മുകേഷ് അഗർവാൾ രേഖ മാമിന്റെ കണ്ണുകളിലേക്ക് നോക്കി ഇങ്ങനെ പറഞ്ഞു, എനിക്ക് എൻ്റെ ജീവിതത്തെ തന്നെ ഭയമാണ് എന്ന്. അവിടെയാണ് രേഖ മാമിന് മനസ്സിലായത്, രേഖയെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് തന്നെ മുകേഷിന്റെ ജീവിതത്തിൽ മറ്റൊരു സ്ത്രീ ഉണ്ടായിരുന്നുവെന്ന്. അവളൊരു വിവാഹിതയും 2 കുട്ടികളുടെ അമ്മയും ഒരു സൈക്യാട്രിസ്റ്റുമായിരുന്നു. മുകേഷ് അദ്ദേഹത്തിന്റെ കുട്ടികളെ നോക്കുന്നുണ്ടായിരുന്നു, അവരോടൊപ്പം വെക്കേഷൻസിനും പോകുമായിരുന്നു. എന്നാൽ രേഖ മാമുമായുള്ള ഈ വിവാഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പഴയ ബന്ധം അവസാനിപ്പിച്ചു. എന്നാൽ പിന്നീടാണ് രേഖ മാമിന് മനസ്സിലായത് മുകേഷ് അഗർവാൾ ക്രോണിക് ഡിപ്രഷൻ ബാധിച്ച ഒരാളാണെന്ന്. ഈ ഒരു കാര്യം വിവാഹത്തിന് മുൻപ് അവർക്ക് അറിയില്ലായിരുന്നു. അതേസമയം മുകേഷിന്റെ ബിസിനസ്സിലും പ്രശ്നങ്ങൾ ആരംഭിച്ചു. ബിസിനസ് തകർച്ചയിലേക്ക് നീങ്ങി. എന്നാൽ അദ്ദേഹത്തിന്റെ പെരുമാറ്റം പൂർണ്ണമായും മാറി. തന്റെ തകർന്ന ബിസിനസ് ഉപേക്ഷിച്ച് രേഖ മാമിന്റെ സിനിമ ഷൂട്ടിംഗ് സെറ്റുകളിലേക്ക് അയാൾ പോകാൻ തുടങ്ങി. പാർട്ടികളിൽ പങ്കെടുത്ത് തന്റെ വിവാഹ ജീവിതം ഇങ്ങനെ പ്രദർശിപ്പിക്കാൻ തുടങ്ങി. ഈ ഒരു പെരുമാറ്റം രേഖ മാമിന് അസഹ്യമായി തോന്നി. തുടർന്ന് അവർ തന്റെ ഭർത്താവിൽ നിന്നും അകലം പാലിക്കാൻ തുടങ്ങി. ഭർത്താവിന്റെ വീട് വിട്ടു, കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിച്ചു, ഫോൺ കോളുകൾ പോലും എടുക്കുന്നത് അവസാനിപ്പിച്ചു. Certain incidents happen to you, Simi, in life that you have absolutely no control of. ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട മുകേഷ് അഗർവാൾ 1990 ഒക്ടോബർ മാസത്തിൽ, അതായത് വിവാഹം കഴിഞ്ഞ് വെറും 7 മാസത്തിൽ സ്വയം ജീവിതം അവസാനിപ്പിച്ചു. പറയപ്പെടുന്നതനുസരിച്ച് അദ്ദേഹം രേഖ മാമിന്റെ ഷോൾ ഉപയോഗിച്ചാണ് ആത്മഹത്യ ചെയ്തത്. അദ്ദേഹം ഉപേക്ഷിച്ചിട്ട് പോയ കുറിപ്പിൽ ഒരാളെയും കുറ്റപ്പെടുത്തരുതെന്ന് എഴുതിയിരുന്നു. എന്നിരുന്നാലും ഈ മരണത്തിൽ ഒരുപാട് സംശയങ്ങൾ ഉയർന്നു വന്നു. Crash course of what people are all about, who my friends were, who my foes were, but every so-called pain that I went through and so-called questions that arose in my mind, they just went inside me and I became the person that I'm truly proud to be. കുറ്റം അവസാനം രേഖ മാമിന്റെ മേലേക്കാണ് വീണത്. ഭർത്താവിന്റെ കുടുംബം, ചില സിനിമാ സഹപ്രവർത്തകരെല്ലാം ഇവരെ കഠിന ഹൃദയക്കാരി എന്നൊക്കെ വിളിച്ചു. ഈ എല്ലാം സംഭവിച്ചിട്ടും ഭർത്താവിന്റെ മരണശേഷം പോലും രേഖ മാം തന്റെ വസ്ത്രധാരണത്തിലും സൗന്ദര്യ പരിചരണത്തിലും മാറ്റമൊന്നും വരുത്തിയില്ല. സിന്ദൂരം ധരിക്കുന്നത് അവർ അവസാനിപ്പിച്ചില്ല. ഇന്നും അതേ ആത്മവിശ്വാസത്തോടെയാണ് അവർ എല്ലായിടങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നത്. പലപ്പോഴും ഒരു ചോദ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട്, ഈ സിന്ദൂരം ആർക്ക് വേണ്ടിയാണ്? You associate with that person in your mind, heart and soul. In my case, I'm so lucky that it's all in my mind. രേഖ മാം ഇതിന് പലതവണ വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും പലരും വിശ്വസിക്കുന്നത് ആ സിന്ദൂരം അമിതാഭ് ബച്ചന് വേണ്ടിയാണെന്നാണ്. ഫാഷൻ സ്റ്റേറ്റ്മെന്റായി ആരംഭിച്ചതാകാം, അല്ലെങ്കിൽ അവർ വളർന്നു വന്ന സംസ്കാരത്തിന്റെ ഒരു ഭാഗമായിരിക്കാം. പ്രേക്ഷകരിൽ നിന്നും രേഖ മാമിന് എത്രയോ സ്നേഹം ലഭിച്ചിട്ടുണ്ടാകാം. പക്ഷേ പ്രണയത്തിന്റെ കാര്യത്തിൽ അവർ എപ്പോഴും ഒരു അഭാഗ്യവതിയായിരുന്നു. മനസ്സിലാക്കപ്പെടാത്തവൾ, വിലമതിക്കപ്പെടാത്തവൾ, സ്നേഹിക്കപ്പെടാത്തവൾ. ഇതായിരുന്നു രേഖ മാമിന്റെ വിവാദഭരിതമായ ജീവിത കഥ, പ്രത്യേകിച്ച് അവരുടെ പ്രണയ ജീവിത കഥ. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അടുത്ത് ഏത് ആക്ട്രസിന്റെ ജീവിത കഥയെക്കുറിച്ച് അറിയാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇത് നിങ്ങൾക്ക് കമന്റിൽ പറയാം. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങൾ നൽകുന്ന സപ്പോർട്ടായിരിക്കും എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ. ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് തുടർന്നും കാണാൻ സാധിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.